അഫ്ഗാനിസ്ഥാനിൽ പെൺകുട്ടികൾക്ക് 6ാം ക്ലാസ്സിനപ്പുറം വിദ്യാഭ്യാസം നിരോധിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. ഈ ഒരു നിരോധനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വരുന്ന അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ ആ വിലക്ക് എടുത്തു മാറ്റണമെന്നിപ്പോൾ താലിബാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് യൂണിസെഫ്. സ്ത്രീകളുടെ സെക്കൻഡറി ഉന്നത വിദ്യാഭ്യാസം നിരോധിക്കുന്ന ലോകത്തിലെ ഏക രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. മാത്രമല്ല, ഹിജാബ് ധരിക്കുന്നതിൽ പോലും കർശനമായ നിയമങ്ങൾ പാലിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. 1996, 2001 കാലഘട്ടത്തിലെ താലിബാന്റെ ഭരണകാലത്ത് സ്ത്രീകൾക്ക് പൊതുസ്ഥലത്ത് നിർബന്ധമായിരുന്ന വസ്ത്രത്തെ പരാമർശിച്ചുകൊണ്ട് മുഖം മൂടുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ വസ്ത്രം നീല ബുർഖയാണ് എന്ന് സർക്കാർ ഒരിക്കൽ വ്യക്തമാക്കിയിരുന്നു. വീണ്ടും താലിബാൻ ഭരണം വന്നതിന് ശേഷം അവരുടെ കീഴിൽ സ്ത്രീകളും പെൺകുട്ടികളും അനുഭവിക്കുന്ന ക്രൂരതകൾക്ക് ഒരു അറുതിയും വന്നിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതേസമയം 6ാം ക്ലാസ്സിന് ശേഷം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് അഫ്ഗാനിസ്ഥാനിൽ നിരോധനം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് യൂണിസെഫിന്റെ അഭ്യർത്ഥന വന്നിരിക്കുന്നതും. 2021 താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കപ്പെട്ട ദശലക്ഷക്കണക്കിന് പെൺകുട്ടികളുടെ ഭാവി രക്ഷിക്കുന്നതിനായി വിദ്യാഭ്യാസത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് ഉടൻ തന്നെ പിൻവലിക്കണമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണാധികാരികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും. താലിബാൻ ഈ വിലക്കിനെ ന്യായീകരിക്കുന്നത് അത് ശരീഅത്തിന്റെയോ ഇസ്ലാമിക നിയമത്തിന്റെയോ വ്യാഖ്യാനത്തിന് അനുസൃതമല്ല എന്ന രീതിയിലാണ്. 3 വർഷത്തിലേറെയായി അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുവെന്നും യൂണിസെഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായ കാതറിൻ റസൽ വ്യക്തമാക്കുകയാണ്. എല്ലാ പെൺകുട്ടികളെയും സ്കൂളിലേക്ക് മടങ്ങാൻ അനുവദിക്കണം. മിടുക്കരായ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് തുടരുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ തലമുറകളോളം നിലനിൽക്കുമെന്നും അവർ വ്യക്തമാക്കി. 6ാം ക്ലാസ്സിന് ശേഷം പെൺകുട്ടികൾ പഠിക്കേണ്ട എന്ന തീരുമാനത്തിൽ തുടരുന്നത് 4 ലക്ഷം പെൺകുട്ടികൾക്ക് കൂടി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നഷ്ടപ്പെടുന്നുവെന്നും ഇതോടെ തന്നെ ആകെ സംഖ്യ 2.2 ദശലക്ഷമായി എന്നും യൂണിസെഫ് പറഞ്ഞു. അതേസമയം സ്ത്രീകൾ ജോലി ചെയ്യുന്ന NGOകൾ അടച്ചുപൂട്ടണമെന്നാണ് ഇപ്പോൾ താലിബാൻ സർക്കാർ സ്വീകരിച്ചതായി പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. സ്ത്രീകൾ ജോലി ചെയ്യുന്ന രാജ്യത്തെ ദേശീയ അന്താരാഷ്ട്ര സർക്കാരിനെ സ്ഥാപനങ്ങളായ NGOകൾ അടച്ചുപൂട്ടണമെന്നാണ് താലിബാൻ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇസ്ലാമിക ശിരോവസ്ത്രം ശരിയായി ധരിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് സർക്കാർ ഇവർക്ക് തൊഴിൽ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. 2 വർഷം പിന്നിടുമ്പോഴാണ് പുതിയ നടപടിയുമായി താലിബാൻ രംഗത്ത് വരുന്നതും. പുതിയ ഉത്തരവ് പാലിച്ചില്ല എങ്കിൽ NGOകൾക്ക് അഫ്ഗാനിസ്ഥാൻ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് നൽകില്ല എന്നും താലിബാന്റെ സാമ്പത്തിക മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ദേശീയ അന്താരാഷ്ട്ര സംഘടനകൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും രജിസ്ട്രേഷൻ, ഏകോപനം, അതുപോലെ തന്നെ നേതൃത്വം, മേൽനോട്ടം എന്നിവയുടെ ഉത്തരവാദിത്തം തങ്ങൾക്കാണ് എന്ന് മന്ത്രാലയം അറിയിച്ചു. താലിബാന് നേരിട്ട് നിയന്ത്രണമില്ലാത്ത ഇത്തരം സ്ഥാപനങ്ങളിലെ എല്ലാ സ്ത്രീ ജീവനക്കാരെയും ഉടനടി തന്നെ പിരിച്ചുവിടണമെന്നും അവർ എക്സിൽ പങ്കുവച്ച ഒരു കുറിപ്പിൽ പറയുന്നു. താലിബാൻ ഇതിനോടകം തന്നെ സ്ത്രീകളെ പൊതു ഇടങ്ങളിൽ നിന്നും പല ജോലികളിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. 6ാം ക്ലാസ് വരെ മാത്രമാണ് അഫ്ഗാനിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം അനുവദിച്ചിട്ടുള്ളത് എന്നത് നമുക്കറിയാം. ദിവസങ്ങൾക്ക് മുൻപാണ് പുരുഷന്മാരുടെ മോശം പെരുമാറ്റം ഉണ്ടായേക്കുമെന്ന് ചൂണ്ടിക്കാട്ടി സ്ത്രീകൾ താമസിക്കുന്ന കെട്ടിടങ്ങളും അതുപോലെ തന്നെ അടുക്കളകളുടെയും ജനലുകൾ നിർമ്മിക്കുന്നത് നിരോധിച്ചുകൊണ്ട് താലിബാൻ വിചിത്രമായ ഉത്തരവ് പുറത്തിറക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.